ഇതിനിപ്പോ ഈ ഒരു പാട്ട് പാടിയ സ്ഥിതിക്ക് ഒരു തമാശയും കൂടെ പറയാനും നിങ്ങളുടെ അടുത്ത്. എൻ്റെ അടുത്ത് ഒരു തരത്തിലുള്ള തമാശയും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വൈഫും മകളും ഇങ്ങോട്ട് തള്ളി വിട്ടേക്കുന്നത്. അത് മോള് പറയുന്ന അച്ഛൻ എന്ത് പറഞ്ഞാലും ക്രിഞ്ചാ അച്ഛൻ അത് മനസ്സിലാവാത്തതാണ്. ഞാൻ കുഴപ്പമില്ല, ഇത് ഞാൻ പറയും. ഇത് എൻ്റെ കൊല്ലത്ത് പ്രോഗ്രാം നീ ഉണ്ടായിരുന്നു. അതിനൊന്നും ഓർമ്മയില്ല പോട്ടെ. പിന്നെ എൻ്റെ കൂടെ വന്നതൊന്നും ഓർമ്മയില്ല കേട്ടോ, ചിലതൊക്കെ ഓർമ്മയുണ്ട്. അനൂപേ അതുകൊണ്ട് നീ എല്ലാം പറയില്ല. അപ്പോ ഈ പാട്ടാണ് ഇപ്പൊ എനിക്ക് ഒന്ന് ഇവൻ തന്നെ പറഞ്ഞത്. ഈ പാട്ട് ശരത്തേട്ട ഇതൊരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ആളുകൾ ഞെട്ടിക്കോളും. അതിലൊക്കെ ഇടപാട് തരും, പാടിക്കാൻ നോക്കും. ശരിയെന്ന് പറഞ്ഞു ഇതെല്ലാം കൂടെ ജയിക്കരുത്. ഞാൻ അങ്ങനെ ആയിപ്പോയി. സൈറൻ പോലിരുന്നു. എന്ത് ചെയ്യാനാ? ചിലരൊക്കെ എണീച്ച് ഈ വർക്ക് ചെയ്യുന്നവരൊക്കെ പോയി സൈറൻ അടിച്ച് കശുവണ്ടി ഫാക്ടറി സൈറൻ അടിച്ചാന്ന് പറഞ്ഞ കൊല്ലത്തുമായിരുന്നു. അപ്പൊ അത് പറ്റിപ്പോയി. അതിലൊന്നും കാര്യമില്ല കേട്ടോ. അതൊക്കെ പറ്റും. അതൊക്കെ അല്ല അതിൻ്റെ ഒരു സുഖം. അല്ലടാ അനൂപ്, എന്തൊരു സന്തോഷം നിനക്ക്. ഇപ്പൊ ഞാൻ അടുത്ത പാട്ട്, കാര്യം എനിക്ക് ഇത് എൻ്റെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് എനിക്ക് ഒരു സംഗീത സംവിധായകൻ എന്ന സ്റ്റേറ്റ് അവാർഡ് നേടിത്തന്ന ഒരു പാട്ടാണ്. അത് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഡയറക്ടർ പി ബാലചന്ദ്രൻ, ബാലേട്ടനെ ഞാൻ ഓർക്കുന്നു. ഒരു അസാധ്യ മനുഷ്യനായിരുന്നു, ഒന്നും പറയാനില്ല. ഇവൻ മേഘരൂപൻ എന്ന ചിത്രം എനിക്ക് കുറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അത് എനിക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂട്ടോ കേട്ടോ. നിശാ സുരഭി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. എനിക്ക് കുറെ ഇഷ്ടമുള്ള പാട്ടാണ്. നിങ്ങളും ഇഷ്ടപ്പെടണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പെടും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പാട്ട് പാടാൻ എനിക്ക് കുറെ ഇഷ്ടമുള്ള ഒരു ചക്കര പാട്ടുകാരി, വേറെ ആരുമല്ല, ഞാൻ സ്നേഹത്തോടെ അനോമിക എന്ന് വിളിക്കുന്ന അനാമിക. വരൂ അനാമിക. അനാമിക ട്രാവലത്ത്